ഗീത വളരെ വീക്കാണ്. കുറച്ചു കാലത്തേക്ക് ഗീതയുമായി ശാരീരികമായി ബന്ധപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. ഇതാ മോനെ. ആ അമ്മേ, എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്. മദ്രാസിലേക്കാണ്. 20-ാം തീയതി ചാർജ് എടുക്കും. അയ്യോ, അത് വളരെ പെട്ടെന്നായി പോയല്ലോ മോനെ. എന്തായാലും ട്രാൻസ്ഫർ ആവും. അമ്മ എന്നോട് ഞാനില്ല മോനെ. ഈ വീട് വിട്ടാ ഒരു അന്തി പോലും എനിക്ക് ഉറക്കം വരില്ല. നീ ഗീതയും വിളിച്ചോണ്ട് പോ. വേണ്ടമ്മേ, ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോളാം, അമ്മയ്ക്ക് സഹായമായിട്ട്. എനിക്കെന്തിനാ മോളെ കൂട്ട്? അവന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ നീ തന്നെ വേണം. ആ, മോളൊരു കാര്യം ചെയ്യും. പോകുന്ന വിവരത്തിന് അച്ഛനൊരു കത്തയക്കും. എന്റെ പൊന്നുമോന് മാമൻ എന്താ വാങ്ങി തരേണ്ടേ? പറ. അമ്മാവ എനിക്ക് നിറയെ ബലൂൺ വാങ്ങിച്ചായിരുന്നേ. ഓ, എത്ര ബലൂൺ വേണമെങ്കിലും വാങ്ങി തരാലോ. ഇതാരാത്? ആ, എത്ര കാലായി കണ്ടിട്ട്. ഞാനിപ്പോ ഇവിടെയാ ഗോപാലേട്ട. ആ, ഇതെന്റെ ഭാര്യ ഗീത. ഞാൻ പറയാറില്ലേ, മോഹന്റെ വീട്ടിലെ ഗോപാലേട്ടൻ. നമസ്കാരം. ഉണ്ണിക്കുട്ട, ഇതാരാന്നറിയോ? സുരേഷ് അങ്കിള്, ഇതാണ്ടി. മനസ്സിലായോ? വാമോനെ. കുഞ്ഞിനെ ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. നിങ്ങൾ തമ്മിൽ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഈ ആന്റി ഇഷ്ടപ്പെട്ടോ? മോൻ ആന്റിയുടെ കൂടെ പോലെ എന്റെ വീട്ടിൽ താമസിക്കാം. പിന്നെ വരാ. മോഹൻ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുഴപ്പമില്ല. ഈ കുഞ്ഞു വന്നതിന് ശേഷം മോഹൻ കുഞ്ഞ് കൂടി നിർത്തി അഭ്യസിപ്പൊക്കെ തുടങ്ങി. എന്റെ കുഞ്ഞെ ഒന്നും പറയണ്ട, ഈശ്വര കൃപ മാത്രം പറഞ്ഞാ മതി. ഏതായാലും കുട്ടി വന്നായിരുന്നു, അവൻ നന്നായല്ലോ. ഇത് കണ്ടോ, ഇവരെപ്പോഴേക്കും അമ്മയും മോനായി കഴിഞ്ഞല്ലോ. പോവാ മോനെ. ആ, നേരം വൈകി, ഞങ്ങൾ വരട്ടെ. വരട്ടെ. ടാറ്റ പറയാ മോനെ. ടാറ്റ. ഗോപാലേട്ടാ, മണി അവരോടെ പോയി? അറിഞ്ഞോളൂ സാർ, എന്നെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞതാ. എന്നപ്പോ ഞാൻ പറയില്ലായിരുന്നു അവിടെ പോയാണെന്ന്. അതെങ്ങനെയാടാ? നീ അവരോടെ പോയാല് അവരെവിടെ പോയാന്ന് ഇപ്പഴെങ്ങനെ നീ പറയുന്നത്? അല്ല, തിരിച്ചു വന്നിട്ട് തിരിച്ചൊന്നും അവര് പറയില്ല എവിടെ പോയാന്ന്. അതെ, വന്നു സാർ. എല്ലാ നിറത്തിലുള്ള ബലൂണുകളാണ്. എവിടായിരുന്നു ഗോപാലേട്ടാ? നേരം വല്ലാതെ വൈകിയല്ലോ. ഉണ്ണിയം കൊണ്ട് കടപ്പുറം വരെ ഒന്ന് പോയതാ. വഴിക്ക് വെച്ച് സുരേഷ് കുഞ്ഞിനെ കണ്ടപ്പോ കുറച്ചു നേരം സംസാരിച്ചു നിന്നു. ഉണ്ണിയകത്തുണ്ടോ? എന്താ ഉണ്ണിയെ അങ്ങനെ അനാവശ്യമായി ആരോഗ്യം പഠിപ്പിക്കണ്ട. സുരേഷ് കുഞ്ഞായതുകൊണ്ട് ഏത് കുഞ്ഞായാലും എന്റെ മകൻ നല്ല നിലയിൽ വളരണമെന്നാണ് എന്റെ ആഗ്രഹം. മേലിത് ആവർത്തിക്കരുത്. മോനെ, മോനിന്നൊരു ആന്റിയെ കണ്ടു ഇല്ലേ? കണ്ടു വെച്ചാ. ആന്റി ആ ആന്റിന്റെ വീട്ടിലേക്ക് വിളിച്ചാ. മോൻ ആരുടെ വീട്ടിലും പോണ്ട. അതെന്താ അച്ഛാ? നല്ല ആന്റിയാണല്ലോ. ആന്റിയും അങ്കിളും ഒക്കെ നല്ലവരായിരിക്കും. പക്ഷേ മോൻ അധികം ആരോടും കൂട്ടിന് പോണ്ട. അച്ഛൻ പറഞ്ഞാൽ മോൻ കേൾക്കൂലേ? ഗുഡ് ബൈ. നീ കിടന്നോളൂ. മോൻ വയ്ക്കൂ. മോഹൻ,
എന്താ കുഴപ്പം? ഒന്നുമില്ല. മോനെ, തനിച്ചാണോ വന്നത്? അല്ല, മണിയുണ്ടേ. വാ. ഇനി ആന്റി വിടില്ല. അയ്യോ, അച്ഛൻ അറിഞ്ഞ ചീത്ത പറയും. ആരോടും പറയാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പൊ തന്നെ പോണം. ഓ, അങ്ങനെയാണോ? ഇരിക്കെ, പാൽ കുടിച്ചിട്ട് പോവാ. ഇത് കൊള്ളാല്ല. നല്ല ബൊമ്മല്ലേ? ഇത് ഇവിടത്തെ കാര്യമൊന്നുമല്ല, മേഡ് ഇൻ ജപ്പാൻ. കണ്ടില്ല മൂക്ക് ചപ്പ. നോക്ക്. ഇതെന്ത് ബൊമ്മയാ? ഇത് ഈ പുരാണത്തില് ഒരു പിടിയും കിട്ടുന്നില്ല. പുരാണത്തില് നേരം വൈകി, ഞങ്ങൾക്ക് പോണം. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ? പോരാ, ഞങ്ങൾ ഇനിയും വരാം. ഉടനെ ചെന്നില്ലെങ്കിൽ ഉണ്ണിയുടെ അച്ഛൻ വഴക്ക് പറയും.